മോളെ, ആ പാവ ഇങ്ങിത്താ. അത് അഴുക്കാണ്. അച്ഛൻ വേറെ നല്ലൊരു പാവ വാങ്ങിത്തരാം. ഗോകുൽ സ്നേഹത്തോടെ പറഞ്ഞതും അനുമോളുടെ കണ്ണുകൾ പെട്ടെന്ന് തീക്ഷ്ണമായി. എനിക്ക് ഈ പാവ തന്നെ മതിയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു അച്ഛനോട്. കുട്ടിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത കടുപ്പം. മകളുടെ ഈ വാശി കണ്ട് ദേഷ്യത്തോടെ അവൻ ആ പാവയെ പിടിച്ചു വാങ്ങാനായി പാവയിൽ സ്പർശിച്ചതും ചുറ്റുമുള്ള അന്തരീക്ഷം തണുത്തുറഞ്ഞു. തെങ്ങോലകൾ ഉലഞ്ഞു. എവിടെ നിന്നോ ഒരു ഉൾഭയം അവനെ പൊതിഞ്ഞു. അനുമോൾ തല ഉയർത്തി നോക്കി. അടുത്ത നിമിഷം അപ്രതീക്ഷിതമായ ശക്തിയോടെ അവൾ അവനെ ആഞ്ഞു തള്ളി. ഒരു 7 വയസ്സുകാരിയുടെ ശക്തിയായിരുന്നില്ല അവൾക്കപ്പോൾ. അവനെ ആ ശക്തി പിന്നിലേക്ക് തെറിപ്പിച്ചു. തറയോടുകൾ നിരത്തിയ മുറ്റത്തേക്ക് അവൻ മലർന്നടിച്ചു വീണു. ടൈലിൽ തലയടിച്ചപ്പോൾ ഉണ്ടായ നിലവിളി നേരിയതാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു ഭൂകമ്പമുണ്ടായി. വേദന മറന്നു നേരെ നോക്കിയപ്പോൾ കയ്യിലെ പാവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിർവികാരയായി തന്നെ നോക്കി നിൽക്കുന്ന മകളെയാണവൻ കണ്ടത്. ആ കാഴ്ചയിൽ ഭയം നിറഞ്ഞ് അയാൾ പതിയെ എഴുന്നേറ്റ് നിന്നു. ആ നിമിഷം വീടിൻ്റെ വാതിൽ തുറന്ന് അവൻ്റെ ഭാര്യ ഗായത്രി സംശയത്തോടെ പുറത്തേക്ക് വന്നു. അതുവരെ നിർവികാരതയോടെ നിന്നിരുന്ന അനുമോളുടെ ഭാവം ഞൊടിയിടയിൽ മാറിമറിഞ്ഞു. ആ കണ്ണുകളിൽ ഭയം മാറി നിസ്സഹായതയും സങ്കടവും നിറഞ്ഞു. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അമ്മേ, അച്ഛൻ എൻ്റെ പാവയെ തറയിലിട്ട് ചവിട്ടിക്കൂട്ടി, എന്നിട്ട് എന്നെ നുള്ളി വേദനിപ്പിച്ചു. അവൾ വിതുമ്പിക്കൊണ്ട് ഇടത് കൈത്തണ്ടയിൽ ചുവന്നു തുടുത്ത നുള്ളിയ പാട് കാണിച്ചു. നിലത്തുനിന്ന് ഭീതിയോടെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്ന ഗോകുൽ ഞെട്ടിത്തരിച്ചുപോയി. സ്വന്തം മകൾ സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ താൻ അറിയാത്തൊരു കഥ മെനയുന്നത് അവന് വിശ്വസിക്കാനായില്ല. ഗായത്രിയുടെ മുഖം കടുത്തു. അവളുടെ കണ്ണുകൾ ഭർത്താവിന് നേരെ തീക്ഷ്ണമായി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നിശബ്ദനായി നിന്ന ഗോകുലിൻ്റെ അടുത്തേക്ക് ഗായത്രി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെന്താ ഭ്രാന്തായ? എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് തീർക്കണം, അല്ലാതെ മോളോടല്ല. ഗായത്രിയുടെ ശബ്ദമുയർന്നു. മുറ്റത്ത് തലയിടിച്ചതിൻ്റെ നേരിയ വേദനയിലും അവൻ ഏറ്റവും വലിയ ആഘാതമേൽപ്പിച്ചത് സ്വന്തം ഭാര്യയുടെ ഈ സംശയത്തോടെയുള്ള നോട്ടമായിരുന്നു. അനുമോൾ ഈ സമയം അമ്മയുടെ സാമീപ്യത്തിൽ സുരക്ഷിതയായി നിന്ന് അവനെ തുറച്ചു നോക്കി. ആ നോട്ടത്തിൽ ഒരു കുറ്റബോധമോ ഭയമോ ഉണ്ടായിരുന്നില്ല. പകരം നേരിയ ഒരു പുച്ഛം അവന് കാണാൻ സാധിച്ചു. ഇവൾ നുണ പറയുകയാണ് ഗായത്രി, അവൻ തുടർന്നു. ഞാൻ അവളെ നുള്ളിയിട്ടില്ല. ആ പാവ, അതിനൊരു കുഴപ്പമുണ്ട്. അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുൻപ് ഗായത്രി അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നാണമില്ലേ നിങ്ങൾക്ക്? കുട്ടിയെ നുള്ളി നോവിച്ചിട്ട് ഇങ്ങനെ നുണ പറയാൻ? വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതുവരെ മോളുടെ കയ്യിൽ ആ പാടുണ്ടായിരുന്നില്ലല്ലോ. ഗോകുലിൻ്റെ മുഖത്ത് പടർന്ന ഭയം മകളെ ഉപദ്രവിച്ച ശേഷം പിടിക്കപ്പെട്ടവൻ്റെ ജാള്യതയായി മാത്രമേ ഗായത്രിക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രതിരോധങ്ങളെല്ലാം അവൾ തള്ളിക്കളഞ്ഞു. അവൾ അവനെ പൂർണ്ണമായി നിശബ്ദനാക്കിക്കൊണ്ട് പറഞ്ഞു, മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഗായത്രി അനുമോളെ ചേർത്ത് അകത്തേക്ക് നടന്നപ്പോൾ ഗോകുൽ നിസ്സഹായനായി മുറ്റത്ത് നിന്നു. വാതിൽക്കലെത്തിയപ്പോൾ അനുമോൾ ഒന്ന് തിരിഞ്ഞു നിന്നു. ആ നിമിഷം അവൾ ഗോകുലിനെ നോക്കി ചിരിക്കുന്നത് പോലെ അവന് തോന്നി. അതൊരു നിഷ്കളങ്കമായ ചിരിയായിരുന്നില്ല. പകരം നേരിയ ഒരു പരിഹാസം അതിലുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ താമസിക്കുന്ന ഇരുനില വീട്ടിൽ വൈദ്യുതി തിരികെ വന്നു. വീട്ടിനടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപാരാധനയുടെ മണിനാദം കാതുകളിലെത്തിയപ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, ഭഗവാനെ, എന്താണിവിടെ നടന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൻ്റെ ഉള്ളിൽ ഭയവും അമ്പരപ്പും ഒരുപോലെ കൂടി വന്നു. 34 വയസ്സുകാരനായ ഗോകുൽ പതിയെ സിറ്റൗട്ടിലേക്ക് കയറി. അവനേക്കാൾ 2 വയസ്സിലായ ഭാര്യ ഗായത്രിയും അവനും വിവാഹിതരായിട്ട് 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം സിറ്റിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ മണ്ണൂർക്കാവ് എന്ന സുന്ദരമായ ഗ്രാമത്തിലായിരുന്നു അവരുടെ ഇരുനില വീട്. വഴക്കുകൾ അവരുടെ ജീവിതത്തിൽ പതിവായിരുന്നു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം പതിവ് പോലെ ഒരു ചെറിയ വഴക്കിന് ശേഷമാണ് ഗോകുൽ മകളുമായി കൊല്ലം ബീച്ചിലേക്ക് ഇറങ്ങിപ്പോയത്. ഏകദേശം 4 മണിയോടെ ബീച്ചിലെത്തി കടലയും കുറിച്ചുകൊണ്ട് നടക്കുന്നതിനിടെയാണ് മണൽത്തിട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവൾ ആ പാവയെ കണ്ടത്. കൗതുകത്തോടെ അത് കയ്യിലെടുത്ത അനുമോളിൽ നിന്ന് ഗോകുൽ അത് വാങ്ങിക്കളയാൻ ശ്രമിച്ചെങ്കിലും മകളുടെ നിർബന്ധത്തിനു മുന്നിൽ അവന് വഴങ്ങേണ്ടി വന്നു. തിരികെ കാറിൽ കയറാൻ നേരം കടയിൽ നിന്ന് പുതിയ പാവയെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. അങ്ങനെ ദേഷ്യത്തോടെ അവളുമായി വൈകിട്ട് 6:30 വീട്ടിലെത്തി. ഗേറ്റ് കടന്ന് മകളെ മുറ്റത്തിറക്കി പോർച്ചിൽ കാർ പാർക്ക് ചെയ്തു വന്നപ്പോഴാണ് അസാധാരണമായ ആ സംഭവങ്ങൾ അരങ്ങേറിയത്. ഗോകുലിൻ്റെ മനസ്സിൽ ഒരു വെളിച്ചം മിന്നിമറഞ്ഞു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരേയൊരു വഴിയുണ്ട്: വീട്ടിലെ CCTV ക്യാമറകൾ. പോർച്ചിന് പുറത്തുള്ള ക്യാമറയിൽ താൻ കാർ പാർക്ക് ചെയ്തതും മകളെ മുറ്റത്തിറക്കിയതും ഉൾപ്പെടെയെല്ലാം കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാകും. അവൻ വേഗത്തിൽ CCTV മോണിറ്റർ വെച്ചിരുന്ന മുറിയിലേക്ക് പാഞ്ഞു. എന്നാൽ മുറിയുടെ വാതിൽക്കലെത്തിയപ്പോഴാണ് ആ സത്യം അവനെ തളർത്തിയത്. തങ്ങൾ വീട്ടിലെത്തിയ സമയത്ത് കറണ്ട് ഇല്ലാതിരുന്നതിനാൽ ക്യാമറകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകില്ല. സത്യം തെളിയിക്കാനുള്ള ഏക വഴി അടഞ്ഞതോടെ ഗോകുലിൻ്റെ ഉള്ളിൽ ഭയം ഒരു തീവ്ര വേദനയായി മാറി.
ഇനിയെല്ലാം സംസാരിച്ചു തീർക്കുകയേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി ഗോകുൽ ഗായത്രിയുടെ മുറിക്ക് മുന്നിലെത്തി. എന്നാൽ ഈ ദേഷ്യത്തിൽ തൻ്റെ വാക്കുകൾ അവൾ വിശ്വസിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ആ നിമിഷം വാതിൽ തുറക്കാതെ അവൻ പിന്തിരിഞ്ഞു. നാളത്തെ പ്രഭാതം ഒരുപക്ഷെ എല്ലാം ശരിയാക്കിയേക്കാം എന്ന ചിന്തയിൽ അവൻ ഹാളിലെ സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. പിറ്റേന്ന് വൈകുന്നേരം പതിവ് പോലെ ഗോകുൽ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലെത്തി. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഹാളിലെ കസേരയിൽ ആ ദുരൂഹമായ പാവ ശാന്തമായിരിക്കുന്നു. അതിനെ കണ്ടതും ഗോകുലിന് നിയന്ത്രണം വിട്ട് ദേഷ്യം ഇരച്ചുകയറി. അവൻ ചുറ്റും കണ്ണോടിച്ചു. അനുമോളെയും ഭാര്യ ഗായത്രിയെയും കണ്ടില്ല. കഴിഞ്ഞ ദിവസത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പാവയാണ് കാരണമെന്ന് ഉറപ്പിച്ച അവൻ രോഷത്തോടെ അതിനെ കയ്യിലെടുത്തു. ഇനിയും ഇവിടെ ഇരുന്ന് എൻ്റെ സമാധാനം കളയണ്ട എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ വീടിന് പിൻവാതിലിലൂടെ വെളിയിലിറങ്ങി ദേഷ്യത്തോടെ പാവയെ ശക്തിയായി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ ഗോകുൽ തിരിഞ്ഞതും അവൻ മുന്നിൽ കണ്ട കാഴ്ചയിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയിരുന്നു. താൻ തൊട്ടുമുമ്പ് തോട്ടിലെറിഞ്ഞ അതേ പാവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുമോൾ ഭയാനകമായ ദേഷ്യത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. തുടരും.